അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. നമുക്കിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്കൊരു പാട്ട് പഠിക്കാം അല്ലേ? നമ്മുടെ നബിയുടെ പേരെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച എവിടെയാ? മക്കയിൽ. വഫാത്തായത് എവിടെയാ? മദീനയിൽ അല്ലേ? നബിയുടെ വാപ്പയുടെ പേരെന്താ? ഉമ്മയുടെ പേരെന്താ? രണ്ടുപേരുടെയും പേര് അങ്ങനെ പറയുമ്പോഴേ അങ്ങനെ പറഞ്ഞാൽ പോരാ. അങ്ങനെ കാരണം അബ്ദുള്ള എന്ന് പറയണം, റളിയല്ലാഹു അൻഹു എന്ന് പറയണം. എന്താ പറയണം? റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? അല്ലാഹു തആല ആ മഹാനെ തൊട്ട് തൃപ്തിപ്പെടട്ടെ എന്നതിൻ്റെ അർത്ഥം. കണ്ട, നമ്മളൊരു ദുആ ചെയ്യണം. അവരുടെ പേര് കേൾക്കുമ്പോൾ എന്ത് വേണം? നമ്മൾ ദുആ ചെയ്യണം. ദുആ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അവരൊക്കെ സ്വർഗത്തിലാണ്. അവരൊക്കെ എവിടെയാണ്? ആ സ്വർഗത്തിലുള്ളവരെ നമ്മൾ സ്നേഹിക്കണം. അപ്പോൾ സ്നേഹിക്കുന്നത് എങ്ങനെയാ? അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ എത്തും? സ്വർഗത്തിലെത്തും. അതേപോലെ നബിയുടെ ഉമ്മയുടെ പൊന്നുമ്മയുടെ പേരാണ് ആമിന ബീവി. അപ്പം അങ്ങോട്ട് അങ്ങങ്ങൾ മറന്നുപോയതാ. റളിയല്ലാഹു അൻഹ. അൻഹു എന്നല്ല, അൻഹ എന്ന് പറയണം. റളിയല്ലാഹു അൻഹ എന്ന് പറയും. സ്ത്രീകളാവുമ്പോൾ എന്ത് പറയും? റളിയല്ലാഹു അൻഹ. പുരുഷന്മാരാകുമ്പോൾ റളിയല്ലാഹു അൻഹു. ഇനി രണ്ടുപേരുണ്ടെങ്കിലോ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയും. എങ്ങനെ പറയും? ഇനി ഒത്തിരി പേരുണ്ട്, എല്ലാവർക്കും കൂടെ പറയുകയാണ് ഇല്ലേ? അവിടുത്തെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളുണ്ട് അല്ലേ? അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? റളിയല്ലാഹു അൻഹും. എന്ത് പറയും? അതേപോലെ 4 മഹാന്മാരുടെ പേര് നമ്മൾ എപ്പോഴും ഓർക്കണം. അത് ജുമുഅയുടെ ഖുത്ബയിൽ പോലും പറയുന്ന 4 പേരാ. 4 ഖലീഫമാരെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? 4 ഖലീഫമാർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമേ ഇസ്ലാമികമായി ഭരണം നടത്തിയ 4 മഹാന്മാരാണ്. ആ 4 മഹാന്മാരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? റളിയല്ലാഹു അൻഹു എന്ന് പറയണം. എന്ത് പറയണം? എപ്പോഴും നമ്മൾ അവരെ ഓർക്കണം അല്ലേ? മുത്തുനബി സ്നേഹിച്ചവരില്ലയോ? മുത്തുനബിയെ കണ്ടവരല്ലയോ? മുത്തുനബിയുടെ അടുത്ത് അന്ത്യവിശ്രമമുള്ള 2 മഹാന്മാരുണ്ട്. അതിൽ 2 പേര് ആരൊക്കെയാണെന്നറിയോ? ഒന്ന് സയ്യിദിന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കണ്ടോ, റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു. രണ്ടാമത് സയ്യിദിന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമുക്ക് മക്കത്തും മദീനത്തും പോണ്ടേ? മക്കത്ത് ഹജ്ജിനും ഉംറയ്ക്കും എവിടാ പോകുന്നത്? മക്കത്താണ്. മദീനത്ത് നമ്മൾ ചെല്ലുന്നത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യാനും നബിയുടെ പള്ളിയിൽ നമസ്കരിക്കാനും. അപ്പൊ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കാണാം. റൗള ഷരീഫ്. എന്താണ് അവിടെ പറയുന്നത്? ഹുജ്റത്തു ഷരീഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടെയാ. അവിടെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സലാം പറയും. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നമ്മൾ 5 നേരം നിസ്കാരത്തിൽ സലാം പറയുന്നുണ്ട്. തഹിയ്യാത്തിലെ എന്ത് പറയുന്നുണ്ട്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ആർക്ക് സലാം പറയുന്നുണ്ട്? നബിക്ക് സലാം പറയുന്നുണ്ട് അല്ലേ? ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് പറയണം മുത്തുനബിക്ക് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് എവിടെ പറയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറയണം. അത് അവിടെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. അവിടെ അതോടൊപ്പം തന്നെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാനാണ് നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിൽ ഒരാളാണ്. ആരാണ്? സയ്യിദിന അബൂബക്കർ സിദ്ദീഖ്. അവിടെ ചെന്നിട്ട് അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ് നമ്മൾ സലാം പറയും. അതുപോലെ അസ്സലാമു അലൈക ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലേ? ആ മഹാന്മാർക്ക് 2 പേർക്കും എന്ത് ചെയ്യും? നമ്മള് സലാം അല്ലേ? അങ്ങോട്ട് പോയാൽ അവിടെ ഒരു മക്ബറയുണ്ട്. ആ മക്ബറയുടെ പേരെന്താണെന്നറിയോ? ജന്നത്തുൽ ബഖീഅ എന്ന. എന്താണ്? ജന്നത്തുൽ ബഖീൽ ഒരുപാട് മഹാന്മാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനി ആരാന്നറിയോ? നമ്മൾ പറഞ്ഞ 3ാമത്തെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവിടെ ഉണ്ട്. അതേപോലെ ഒരുപാട് മഹാന്മാരും മഹദികളും ഉണ്ട്. മഹദികൾ ആരൊക്കെയാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുണ്ട്. നബിയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉണ്ട്.
അതേപോലെ ഒരുപാട് ഇമാമിയങ്ങളുണ്ട്, ഒരുപാട് സഹാബികളുണ്ട് അവിടെ. അവരൊക്കെ കണ്ട് നമുക്ക് സലാം പറയണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ 4 പേര് നമ്മൾ പേര് മറക്കണ്ട കേട്ടോ. സയ്യിദ്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദ്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദ്ന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ 4 മഹാന്മാരാണ്. അവർക്ക് പേര് അൽ ഖുലഫാഉർ റാഷിദീൻ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? അൽ ഖുലഫാഉർ റാഷിദീൻ. ഖുലഫാഉർ റാഷിദീങ്ങൾ ആരെന്ന് ചോദിച്ചാൽ 4 പേര് പേര് പറയണം, മറക്കരുത്. അല്ലാഹു തആല അവരെയൊക്കെ പൊരുത്തം നേടാനും അവരോടൊപ്പം സ്വർഗത്തിൽ എത്താനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് നമ്മുടെ നബിയുടെ ഒരു പാട്ട് കൂടെ പാടണ്ടേ? നമ്മുടെ നബിയുടെ ഒരു പാട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ആ പാട്ട് ഏതാണ്? ഒന്ന് പാടിക്കോ. നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ്. നബിയുടെ ഉപ്പ അബ്ദുല്ലാഹ്, ആമിന ബീവി പൊന്നുമ്മ. നബിയുടെ ജനനം മക്കത്ത്, അവരെ വഫാത്ത് മദീനത്ത്. അല്ലാഹുവിന്റെ റസൂലാണ്, നേർവഴി കാട്ടിയ നബിയാണ്. നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റണം. മുത്ത് നബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ സ്വർഗത്തിൽ, ജീവിച്ചാലോ സ്വർഗത്തിൽ. മാഷാ അല്ലാഹ്. നമുക്ക് മുത്ത് നബിയുടെ ഒരു പാട്ടും കൂടി പാടാം. ഞാൻ പാടിത്തരാം. മക്കയിൽ മുത്തൊളി വന്നല്ലോ, മക്കയിൽ മുത്തൊളി വന്നല്ലോ. മുത്തു റസൂല് പിറന്നല്ലോ, മുത്ത് റസൂല് പിറന്നല്ലോ. മക്കയിലാമിന ബീവിക്ക്, മക്കയിലാമിന ബീവിക്ക് പൊന്മകനായി നബി വന്നല്ലോ, പൊന്മകനായി നബി വന്നല്ലോ. മുത്തു റസൂല് പിറന്നപ്പോൾ, മുത്ത് റസൂല് പിറന്നപ്പോൾ മണ്ണിൽ ശാന്തി പരന്നല്ലോ, മണ്ണിൽ ശാന്തി പരന്നല്ലോ. ലോകമിലാകെ അനുഗ്രഹമായി, ലോകമിലാകെ അനുഗ്രഹമായി അന്ത്യനബിയും വന്നല്ലോ, അന്ത്യനബിയും വന്നല്ലോ, അന്ത്യനബിയും വന്നല്ലോ. അന്ത്യനബിയും വന്നല്ലോ. ഹഫ്സ ഒന്ന് പാടിക്കൊടുത്തു. മക്കയിൽ മുത്തൊളി വന്നല്ലോ, മക്കയിൽ മുത്തൊളി വന്നല്ലോ. മുത്ത് റസൂല് പിറന്നല്ലോ, മുത്ത് റസൂല് പിറന്നല്ലോ. മക്കയിലാമിന ബീവിക്ക്, മക്കയിലാമിന ബീവിക്ക് പൊന്മകനായി നബി വന്നല്ലോ, പൊന്മകനായി നബി വന്നല്ലോ. മുത്ത് റസൂല് പിറന്നപ്പോൾ, മുത്ത് റസൂല് പിറന്നപ്പോൾ മണ്ണിൽ ശാന്തി പരന്നല്ലോ, മണ്ണിൽ ശാന്തി പരന്നല്ലോ. ലോകമിലാകെ അനുഗ്രഹമായി, ലോകമിലാകെ അനുഗ്രഹമായി അന്ത്യനബിയും വന്നല്ലോ, അന്ത്യനബിയും വന്നല്ലോ, അന്ത്യനബിയും വന്നല്ലോ, അന്ത്യനബിയും വന്നല്ലോ. മാഷാ അല്ലാഹ്. അപ്പൊ മുത്തുനബിയുടെ പാട്ട് നമ്മൾ പഠിച്ചില്ലേ?